ഇപ്പൊ എന്റെ അടുത്ത് സന്തോഷേട്ടനെ പറ്റി ഒരാൾ പറഞ്ഞിട്ട് ആള് നല്ല വിദ്യാഭ്യാസം ഒക്കെ ഉണ്ട്, എന്നിട്ട് എന്തിനാ ആൾ ഇങ്ങനെയൊക്കെ ഒരു പരിപാടിക്ക് പോകണത്? നല്ല വിദ്യാഭ്യാസമുള്ള ആളാണ്, എന്നാലും ഇങ്ങനെ കോമാളി കളിച്ച് നടക്കുന്നത്. ഞാൻ ഒരു കോമാന്തരം കാണിച്ചിട്ടില്ല, വീഡിയോ കോമാന്തരം കാണിക്കാൻ ഞാൻ ഒരു കോമാന്തരം വടപ്പൂരം കാണിച്ചിട്ടില്ല. ഇപ്പൊ ഇന്നാൾ തന്നെ ഷെയ്നികത്തണ്ട ഞാൻ സംസാരിക്കുന്ന ഇടയ്ക്ക് അത് മാനിപ്പുലേറ്റ് ചെയ്തു. ഞാൻ ഒരു കോമാന്തരം വടപ്പൂരം കാണിച്ചിട്ടില്ല. ഇത് ഇപ്പൊ പെരയുടെ കോമാന്തരം കാണിക്കാൻ എളുപ്പമാണ്, അത് ഡയറക്റ്റായിട്ട് കാണിക്കും. എന്റെ ഇങ്ങനെ വളച്ചു കൊടുക്കുകയാണ്. രാത്രി ആവുമ്പോ സന്തോഷേട്ടൻ വേറെ എന്തോ ലോകത്തേക്ക് പോകുന്നുള്ള രീതി അതല്ല പണ്ട് എഴുതിയ കാര്യമല്ല, ഇപ്പൊ എഴുതുന്നുണ്ടോ? ഇതിലല്ല, രാത്രി ആവുമ്പോ എതിരെ പെണ്ണുങ്ങളെ പറ്റി ഇപ്പൊ ഒന്നും എഴുതുന്നല്ലോ. ഞാൻ നിർത്തിയിട്ട് എത്ര നാളായി. ഒരു ഫോട്ടോ ഇട്ടതിന് ശേഷം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, കല്യാണം കഴിക്കാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞ വീഡിയോ ഇടുന്നതൊക്കെ ഭയങ്കരമായിട്ട് നെഗറ്റീവ് ആയിട്ടാണ് നമ്മുടെ പബ്ലിക്കിൽ. അത് ഒരുപാട് അവർ പറഞ്ഞിട്ടില്ല. ഇപ്പൊ മൈമാനബിയാണ് ഉണ്ണിമൂന്ന ക്രഷ് ഉണ്ടാ, മറ്റേ ഭാവനയ്ക്ക് പെണ്ണുങ്ങൾക്ക് ക്രഷ് ഒന്നും കുഴപ്പമില്ല. പണ്ട് അമീർ ഖാൻ്റെ പറയും എത്ര പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു എല്ലാവരും. ഇപ്പൊ ടോവിനോട് പറയും എത്ര പെണ്ണുങ്ങൾക്ക് ക്രഷ് ഉണ്ട്, എത്ര പെണ്ണുങ്ങൾ ടോവിനോട് ക്രഷ് ഉണ്ട്. പണ്ട് പൃഥ്വിരാജ, അതിനു മുമ്പ് മമ്മൂട്ടി, അതിനു മുമ്പ് ജയൻ, ഇതെല്ലാം എല്ലാ കാലത്തെ പെണ്ണുങ്ങൾ പറയുമ്പോൾ കുഴപ്പമില്ല, ആണുങ്ങൾ പറയുമ്പോൾ കുഴപ്പമുള്ളൂ. എന്തുകൊണ്ടാണ് പറയുന്നത്? ഒരു മൊബൈൽ ഓൺ ആക്കിയിട്ട് എന്തുകൊണ്ടാണ് അതിൽ പറയാൻ? സത്യസന്ധമായിട്ട് പറഞ്ഞു. അല്ലാതെ എനിക്ക് എന്റെ മനസ്സിൽ തോന്നി, ഞാൻ എന്റെ മനസ്സിൽ തോന്നിയ കാര്യം തുറന്നു പറയുന്നു. അല്ല, അതുകൊണ്ട് എന്താണ് നേട്ടം? അതുകൊണ്ട് എനിക്ക് നഷ്ടമേ ഉള്ളൂ. പക്ഷെ ഞാൻ സത്യം തുറന്നു പറയുന്നു. ഞാൻ എന്റെ മനസ്സിലുള്ള കാര്യം പറയാം. അല്ല, അങ്ങനല്ല, എന്റെ മനസ്സിലുള്ള കാര്യം പറയാം, അത്രേ ഉള്ളൂ. എനിക്ക് മനസ്സിൽ തോന്നിയ കാര്യം തുറന്നു പറഞ്ഞു. പ്ലാറ്റ്ഫോമിൽ പറയുന്നു, പബ്ലിക് ആയിട്ടുള്ള ആൾക്കാർ ചേട്ടൻ്റെ അടുത്ത് കുറെ റിയാക്ഷൻസ് വരുന്നുണ്ട്. അപ്പൊ ചേട്ടൻ റിപ്ലൈ കൊടുക്കാറ് പോലുമില്ല. ഞാൻ കൊടുക്കാറില്ല. അപ്പൊ പിന്നെ കമന്റ്സ് വായിക്കുമ്പോൾ ഫീൽ ചെയ്യാൻ. പക്ഷെ എനിക്ക് സത്യം പറയാതിരിക്കാൻ പറ്റില്ല. അല്ല, എന്തിനാ അങ്ങനെ പറയുന്നത്? പൃഥ്വിരാജ് പണ്ട് എന്തൊക്കെയാ പറഞ്ഞത്? പൃഥ്വിരാജ് പണ്ട് മമ്മൂട്ടി മോനെ പറ്റി എന്തൊക്കെയാണ് അവരുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാം നമ്മൾ ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഓപ്പണായിട്ട് പറയുന്ന ആളാണ്. പക്ഷെ ഓപ്പണായിട്ട് പറയുമ്പോൾ നമ്മൾ അതിനൊരു ഇത് വേണമല്ലോ, എന്തിനാണ് ഇത് പറയണെന്നുള്ള സംഭവം ഉണ്ടല്ല. നമ്മളിപ്പോ ഒരു പ്ലാറ്റ്ഫോമിൽ, അത് പബ്ലിക് പ്ലാറ്റ്ഫോമാണ്, ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ എല്ലാവരും കാണുന്നതാണ്. ഞാൻ ഈ പറയുന്നല്ലേ ഉള്ളൂ. ഇവിടെ ഹേമ കമ്മിറ്റിയിൽ എന്തൊക്കെയാ നടന്നു കാണാ, അതിനെ കുറിച്ച് ആരും പറയുന്നില്ലല്ലോ. ഇവിടെ ഷാബുമോൻ എന്നെ അറ്റാക്ക് ചെയ്തു. എന്തുകൊണ്ട് ഹേമ കമ്മിറ്റിയിൽ കാര്യം? ഇവിടെ ഓരോ ഇക്കമാരിൽ എന്തൊക്കെയാണ് കാണിച്ചു നടക്കുന്നത്. ഇപ്പൊ ആരില്ല അത് പറയുന്നുണ്ട്. ആക്ടർ ബാല പറഞ്ഞില്ല, അന്നേ പറഞ്ഞില്ല, ന്യൂസ് ആയിട്ട് പോകും. ഞാൻ ഇതുവരെ ഒരു പെണ്ണിനെ റേപ്പ് ചെയ്തിട്ടില്ല, പിടിച്ചിട്ടില്ല, ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ല, ഒരാളെ നിർബന്ധിച്ചിട്ടില്ല. ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തപ്പോൾ ഐശ്വര്യലക്ഷ്മിക്കും കുഴപ്പമില്ല, ഐശ്വര്യലക്ഷ്മിക്കും കുഴപ്പമില്ല, എനിക്കും കുഴപ്പമില്ല. നാട്ടുകാർക്കാണ് പ്രശ്നം, ചെയ്താണ് പ്രശ്നം. ഞാൻ എന്ത് ചെയ്യണം? ഇവിടെ കേസ് പ്യുവർലി ഫേക്ക് കേസാണ്, ഞാൻ ആളെ കൺട്രോളില്ല. ഞാൻ ഒരു പെണ്ണിനെ റേപ്പ് ചെയ്തിട്ടില്ല, നിർബന്ധിച്ച് ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇവിടെ ഹേമ കമ്മിറ്റിയിൽ എന്തൊക്കെയാണ് നടന്നത്? നടൻ സിദ്ദിഖ് എന്താ ചെയ്തത്? ഇന്ന് പുള്ളിയെ കുറിച്ച് സംസാരിക്കാൻ പാടില്ല, പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം കേസാണ്. അപ്പോൾ പോലീസ് മുഴുവൻ കറപ്റ്റാണ്, നിയമം എല്ലാം കറപ്റ്റായിരിക്കുകയാണ്. ഹേമ കമ്മിറ്റി ഇവിടെ എവിടെ പോയി? ഒന്നും പറയില്ലല്ലോ. WCC പോലും ഹേമ കമ്മിറ്റി വന്നപ്പോൾ ഒന്നും മിണ്ടുന്നില്ല. എന്തുകൊണ്ട് പാർവതി ജീവിതത്തെ ആരാണ് ആ കാസ്റ്റിംഗ് വെച്ച് അപ്രോച്ച് ചെയ്ത് പറയാത്തത്? പേടിച്ചിട്ടാണ്. എന്താ കാരണം? കൊന്നുകളി. അതാണ്. അപ്പോൾ ഗുണ്ടായിസല്ലേ? പൃഥ്വിരാജ് പണ്ട് സത്യം പറയും, ഇപ്പൊ എവിടെ സത്യം പറയുന്നു? ഇപ്പൊ മോളെല്ലാം കുറെ നടക്കുകയല്ലേ. പണ്ട് എന്തൊക്കെ സത്യത്തിൽ പറഞ്ഞുകൊണ്ട് നടന്ന ആളാണ്. എല്ലാവർക്കും അവരവരുടെ കാര്യം മാത്രമേ ഉള്ളൂ. ഹേമ കമ്മിറ്റി എവിടെ പോയി? നിങ്ങൾ അതൊക്കെ ഇപ്പൊ എവിടെ കേൾക്കണോ? എന്തൊക്കെയാണ് നടന്നിട്ടുണ്ടാ? അത് എത്ര മറച്ചു വെച്ചു, എന്തൊക്കെ കാര്യം മറച്ചു വെച്ചു, അതിനെക്കുറിച്ച് എൻ്റെ ആൾക്കാർ പറയാത്തത്. അപ്പോൾ പറയും സിനിമ ഫീൽഡ് മാത്രമാണ്, എല്ലാ ഫീൽഡിലും ഇങ്ങനെ അല്ലേ പറയും. എനിക്കറിയില്ല. അതല്ല, ഈ സിനിമാക്കാരെ മന്ത്രിമാരെ തന്നെ ഒതുക്കുന്നതാണ്. ഒരു സിനിമാക്കാരനെ മന്ത്രിയെ പേര് പറയാനില്ല, അയാൾ പറഞ്ഞു ഇതിൽ പേടിക്കത്തക്ക ഒന്നുമില്ല, പറയാൻ പോലും എനിക്ക് അറിയില്ല, സംസാരിക്കാൻ പോലും അറിയില്ല, പേടിക്കത്തക്ക ഒന്നുമില്ല. അയാൾ നോക്കിയപ്പോൾ എന്തൊക്കെയാണ് അവർ കാണിച്ചു കൂട്ടുന്നത്? അല്ലേ ഞാൻ മറ്റേ ഇതിപ്പോൾ പറഞ്ഞാൽ ഈ സെക്സ്വാലിറ്റി ചിലർക്ക് കൂടുതലായി, ചിലർക്ക് കുറവായി. പക്ഷേ ഇത് ഒരാൾ നിർബന്ധിക്കുന്ന ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ല. ഒരാൾ നിർബന്ധിക്കുന്ന, ഫോഴ്സ് ചെയ്യിപ്പിക്കുന്ന, മ്യൂച്വൽ കൺസൾട്ട് ചെയ്യുന്ന നല്ല പ്രശ്നം. അതും കല്യാണം കഴിഞ്ഞ ശേഷം ചെയ്യുന്ന എന്നെ സംബന്ധിച്ചോളം തെറ്റാണ്. നമുക്കൊരു ഫാമിലി ഉണ്ടായിട്ട് വേറെ ആൾ പുറകെ പോകുന്നത് ശരിയല്ല. അല്ല, പക്ഷെ അത് ഭാര്യയ്ക്ക് പ്രശ്നമല്ലെങ്കിൽ പിള്ളേരെ ബാധിക്കുമോ? അത് അന്ന് പിന്നത്തെ കല്യാണം കഴിക്കുന്നത് ഭാര്യയ്ക്ക് പ്രശ്നമില്ലെങ്കിൽ പിന്നത്തെ കല്യാണം കഴിക്കുന്നത് അല്ല ഭാര്യയ്ക്ക് അല്ല, ഭാര്യയ്ക്കും ഭർത്താവിനും പിന്നെ അവർ കല്യാണം കഴിക്കുന്ന. ഇസ്ലാം മത വിശ്വാസികൾ പണ്ട് ഉണ്ടായിരുന്നു, എത്ര വിവാഹങ്ങൾ വേണമെങ്കിലും കഴിക്കായിരുന്നു പണ്ട്. അല്ല, ഇപ്പോഴത്തെ കാര്യം പറഞ്ഞേ, നമുക്ക് വേറെ ആളായിട്ട് ബന്ധമുണ്ടെങ്കിൽ നമ്മൾ എന്തൊരു കല്യാണം കഴിക്കുന്ന, നമുക്ക് ഒരു പെൺകുട്ടിയോട് ലവ് ആണെങ്കിൽ, സ്നേഹമാണെങ്കിൽ നമുക്ക് ആ പെൺകുട്ടി മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ലസ്റ്റ് വരുമ്പോഴാണ് വേറെ വളരെ പുറകെ പോകുന്നത്. അറിയോ? ലവ് ആണെങ്കിൽ ആ ഒരാളെ മതി. ഇത് ലസ്റ്റ് വരുമ്പോഴാണ് വേറെ പെണ്ണിന് പുറകെ പോകുന്നത്. എല്ലാവർക്കും ഒരാളോട് മാത്രമല്ല, പലരോടും സ്നേഹം ഉണ്ടാവുമായിരിക്കില്ല. ലവ് ഒരാളോട് എനിക്ക് ഞാൻ പറയാം, നിത്യമേന ആളെ ഞാൻ പ്രണയിക്കാൻ എനിക്ക് അഫയർ സമയത്ത് എനിക്ക് വേറെ ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ അവരെ മോശം രീതിയിൽ കണ്ടിട്ടുമില്ല.
ശരിക്കും ലവ് എന്നാണ് ഒരാളുടെ ഉള്ളൂ. ലസ്റ്റ് വരുമ്പോൾ വേറെ പലരും കൂടെ ക്രഷ് ആയിരുന്നോ? ക്രഷ് ഒന്നല്ല, എനിക്ക് ഇഷ്ടമായിരുന്നു എനിക്ക് അവരുടെ സിനിമയെ കണ്ടിട്ടില്ല. ഞാൻ അവരുടെ സിനിമയിൽ അവരുടെ വീഡിയോസ് കണ്ടാണ്, അവരുടെ ഇന്റർവ്യൂസ് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു.